24 ബിഗ് ബ്രേക്ക്. കൊച്ചിയിൽ വൻ കുഴൽപ്പണവേട്ട. വെല്ലിംഗ്ടൺ ഐലൻഡിന് സമീപം 2.5 കോടി രൂപയോളം കുഴൽപ്പണം പിടിച്ചെടുത്തു. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശി രാജഗോപാലും ബീഹാർ സ്വദേശിയും കസ്റ്റഡിയിലായി. പോലീസ് റെയ്ഡ് തുടരുകയാണ്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഈ പണത്തിന്റെ സ്രോതസ് ഇത് എവിടെ നിന്ന് വന്നു, ഉറവിടം എന്താണ് തുടങ്ങിയ വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? കീർത്തന, എന്തായാലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തും നടന്നു വരികയാണ്. ഈ ഓട്ടോയിലാണ് ഇവർ പണം കടത്തിയിരുന്നത്. ഏതാണ്ട് 1.5 മണിയോട് തന്നെ കൊച്ചിയിലെ പോലീസ് ഇവിടെ പരിശോധന നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് ഈ ഓട്ടോ ഈ സമീപത്തായി പാർക്ക് ചെയ്യുന്നത് പോലീസ് ശ്രദ്ധയിൽപ്പെട്ടത്. അതിനിടയിൽ ഈ ഡ്രൈവറോട് ചോദ്യം ചെയ്തു. പക്ഷേ ചോദ്യം ചെയ്യലിൽ പരുങ്ങുന്നത് കണ്ട് ശ്രദ്ധയിൽപ്പെട്ട ഉടനെയാണ് പോലീസ് ഈ ഓട്ടോയിൽ പരിശോധന നടത്തിയത്. ഈ ഓട്ടോയുടെ പിന്നിലായി 2 ചാക്കുകളിലായി 500-ന്റെ നോട്ടുകെട്ടുകളുണ്ട്. എന്തായാലും പോലീസ് ഈ നോട്ടുകൾ കണ്ട ഉടനെ തന്നെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒരാൾ തമിഴ്നാട് സ്വദേശിയും മറ്റൊരാൾ ബീഹാർ സ്വദേശി സമി അഹമ്മദാണ്. എന്തായാലും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുമുള്ള ഇവരെ 2 പേരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൊച്ചി ACP രാജ്കുമാർ ഉൾപ്പെടെയുള്ള പോലീസ് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇനി ബാങ്കിൽ നിന്നുള്ള ജീവനക്കാരും ഇവിടെ എത്തേണ്ടതുണ്ട്. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. പണം എണ്ണിത്തിട്ടപ്പെടുന്ന നടപടിയാകും അടുത്തതായി നടക്കുക. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഒരു സ്ഥലം ഇടപാടിനായി കൊണ്ടുവന്ന പണം എന്നാണ് കസ്റ്റഡിയിലായവർ നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും പോലീസ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പണം എവിടെ നിന്ന് കൊണ്ടുവന്നു, ആർക്ക് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. 2 കോടിയിലധികം രൂപയുണ്ടെന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി പറഞ്ഞിരിക്കുന്ന വിവരം. കൃത്യമായി എത്ര തുക എന്നത് എണ്ണി തെറ്റിപ്പെട്ടതിന് ശേഷമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പോലീസ് ഇപ്പോൾ ഈ 2 പേരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നഗരത്തിലെ ഒരു വ്യാപാരിയിൽ നിന്ന് പണം ലഭിച്ചു എന്നാണ് ഇപ്പോൾ കസ്റ്റഡിയിലായവർ നൽകിയിരിക്കുന്ന മൊഴി. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്തായാലും പോലീസ് ഇപ്പോൾ നടത്തിവരികയാണ്. സ്ഥലം ഇടപാടുമായി ബന്ധപ്പെട്ട തുക എന്നാണ് ഇപ്പോൾ പോലീസിനോട് ഈ കസ്റ്റഡിയിലായവർ പങ്കുവച്ചിരിക്കുന്ന വിവരം. അത് പോലീസ് പൂർണ്ണമായും മുഖവിലക്കെടുത്തിട്ടില്ല. എന്തായാലും ഇതുവരെ കസ്റ്റഡിയിലായവർക്ക് ഇതുമായി ബന്ധപ്പെട്ട സോഴ്സ് നൽകാൻ, ഈ പണം എവിടെ നിന്ന് അല്ലെങ്കിൽ ആർക്ക് കൈമാറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായും പോലീസിന് ഈ വിവരം പങ്കുവച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് എന്തായാലും പോലീസ് ഇപ്പോൾ കടക്കും. ഉന്നത പോലീസ് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന പോലീസ് ഇപ്പോൾ പ്രതികൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. എന്തായാലും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തി തുടർ നടപടിയിലേക്ക് കടക്കും. നിലവിൽ ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇവരിൽ നിന്ന് നടത്തിയിട്ടുണ്ട്. പക്ഷേ കൃത്യമായ ഒരു ഉത്തരം എന്തായാലും കസ്റ്റഡിയിൽ അവർക്ക് ഇതുവരെ നൽകാൻ സാധിച്ചിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായി ചോദ്യം ചെയ്യലിലേക്ക് പോകണം. മാത്രമല്ല ഈ 2 കോടി രൂപ ആർക്ക് കൈമാറാൻ നൽകിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനിയിപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് എന്തായാലും പോലീസ് ഉടൻ കടക്കുമെന്നാണ് ഇപ്പോൾ എന്തായാലും ഹാർബർ പോലീസും കൂടുതൽ വിവരങ്ങൾ ഇതുമായി സംബന്ധിച്ച് ലഭ്യമാകേണ്ടതുണ്ട്. അതിനുള്ള അന്വേഷണം അവിടെ പുരോഗമിക്കുകയാണ്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.